मुझे मेरा चेन चाहिए। क्या? मुझे मेरा चेन चाहिए। चेन? ले लो, मगर मुझे मारने के बाद। ഞാൻ കാരണം കുഞ്ഞാലിക്കായിക്കുണ്ടായ കടം വീട്ടിക്കോളൂ. എന്താ കുഞ്ഞാഴ്ച ബാണം വിട്ട് നോക്കി നിൽക്കുമ്പോൾ നിൽക്കുന്നത്? ഒരു ഇളഞ്ഞും കൂടി വെട്ടി അടിക്കാക്ക നമ്മൾ കുടിച്ചാളാ, നമ്മൾ കുടിച്ചാളെ ഞാൻ കുടിച്ചാ
ഏട്ടാൻ പിടിച്ച അവന്റെ ആ മൂന്നാമത്തെ കുത്തുണ്ടല്ലോ അതെന്താ ചൂടധികമുണ്ട് ആ കുത്ത് നിങ്ങളെ കഴുത്തിന് നേരെ വരുമ്പോൾ നിങ്ങളൊരൊറ്റ പണി ചെയ്താൽ മതിയായിരുന്നു. ഒന്ന് കുത്തിട്ടാൽ മതി, ആ കുത്ത കൂടെ മിസ്സാവൂലേ. പിന്നെന്താ നിങ്ങളെ നാലാമത്തെ കുത്തുണ്ടല്ലോ ആ ഹമുക്കിന്റെ ലേബർ നാടിക്കാ കിട്ടിയത്. അതാണ് അപ്പോഴാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചിരിച്ചത്. എല്ലാം പിടിച്ച അതൊക്കെ നിങ്ങൾ എവിടുന്ന് പഠിച്ച് നമ്മളിത് പഠിപ്പിച്ചു തരുമോ? ആള് ഇങ്ങക്ക് അങ്ങോട്ട് കൊന്നളഞ്ഞൂടാ ഹിമാറിന്. സൂക്ഷിച്ചോളണ്ടി, ആ മാർട്ടിനും കൂട്ടനും ലക്ഷണം കെട്ട ഹിമാറുകളാ. വെറുതെ കണ്ടോന്റെ തല്ലുകൊണ്ട് ഒടുങ്ങാൻ നിൽക്കണ്ട. ഇല്ല, ആവശ്യമില്ലാതെ കണ്ടവരുടെ തല്ല് ഞാൻ ഏറെ കൊണ്ടിട്ടുണ്ട്. ഇനി തല്ല് കൊടുക്കുന്നതും കൊള്ളുന്നതും ആവശ്യത്തിന് തന്നെ ആയിരിക്കും. നമ്പൂരിച്ച ഞമ്മക്ക് ഈ ഇടി തന്നെ അങ്ങോട്ട് തുടർന്നാൽ എന്താ? നമ്മളെ കാര്യ ഒരു ഭായി കൊല്ലി തുടങ്ങാൻ പോയിച്ചാ തുടങ്ങ मेरा पैसा। मैंने क्या बोला था उसको मारने का नहीं। अरे पैसा दीजिए। पैसा नहीं दूंगा। Come on, get it. എന്ന് ചോദിച്ചാ കരീബ് സാഹിബിനെ അറിയാത്തവര് ഈ നാട്ടിലില്ല. കള്ളക്കടത്തുകാരെ പഴയ ഡോണാണ്. മൂപ്പര് കീഴിൽ പണിയെടുത്തവരാണ് ഇപ്പൊ പൊന്തി വന്നവരെല്ലാം. നാട് വർപ്പിക്കുന്ന മജീദ് ഖാൻ വരെ ഇന്ത്യയിലുള്ള സകല ഭാഷ അറിയും മൂപ്പർക്ക്. മലയാളം നല്ല മണി പോലെ പറയും. ഇതിനപ്പുറത്താ മൂപ്പര സ്ഥലം, പക്ഷെ നമ്മളങ്ങോട്ടില്ല. അതെന്താ? ഹൈ, ഇങ്ങക്ക് അറിയില്ലെന്ന് മജീദ് ഖാനും സാഹിബും തമ്മിലുള്ള കുടിപ്പക. അവരുടെ ആളുകൾ തമ്മിലാ ഇവിടെ നടത്തുന്ന കൊല്ലിയും ദിവസവും. അതുകൊണ്ട് നമുക്കെന്താ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. മജീദ് ഖാന്റെ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ലൊട്ടലൊടുക്ക സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. കരീബ് സാഹിബിന്റെ അവിടെ നമ്മളെ കണ്ടാ പിന്നെ കച്ചവടത്തിന് സാധനം തരില്ല എന്ന് മാത്രമല്ല, മുത്തുമോനെ തല ചിലപ്പോ കണ്ടില്ലാന്ന്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. നമ്മൾ പോട്ടെ, കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട്. Let's go, Sano. താഹിർ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് കയറില്ല. Oh, come on, Sano. No. Okay, then I'll see you later. Bye. Bye. നിങ്ങളിവിടെ? ആരാ ആ മോട്ടോർ സൈക്കിളിൽ പോയ ആള്? അതെന്റെ കൂടെ പഠിക്കുന്നതാ. ഇവിടെയാണോ പഠിപ്പ്? അല്ല, ഞങ്ങളിവിടെ വെറുതെ. എന്താ കുട്ടി, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാ? അയ്യോ ഇക്ക വിചാരിക്കുന്ന പോലെയൊന്നുമില്ല.
നോക്കൂ, വാപ്പയോട് ഇതൊന്നും പറയരുത് കേട്ടോ, ഉം. പ്ലീസ്. സാബ് പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. തനിക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ സമ്മതമാണോ? എന്താണ് ആലോചിക്കുന്നത്? നാട്ടിലെ എൻ്റെ കുടുംബത്തെ. താൻ എന്ത് നിശ്ചയിച്ചു? ഞാൻ എന്ത് ജോലിയും ചെയ്യാം. പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് വൃത്തികെട്ട ജോലിയും ഞാൻ ചെയ്യാം. ഐ വാണ്ട് മണി. ഈ കത്ത് വന്നിട്ട് ഒരാഴ്ചയായി. ഇക്കാനെ കാണാഞ്ഞിട്ട് എന്നും ബാപ്പ ചോദിക്കും. പ്രിയപ്പെട്ട ദേവന്, താൻ അയക്കുന്ന കാശ് കൊണ്ട് വീട്ടിലെ കാര്യം ഭംഗിയായി നടക്കുന്നു. അറുമുഖൻ മുതലാളിയുമായുള്ള കേസിലേക്ക് വക്കീൽ ഫീസ് 1000 രൂപ ഉടനെ അയച്ചു തന്നില്ലെങ്കിൽ കുഴയും. ഇവിടെ അച്ഛൻ ഇപ്പോഴും അതേ കിടപ്പിൽ തന്നെയാണ്. ബാക്കി എല്ലാവർക്കും സുഖം. സസ്നേഹം, ഉണ്ണികൃഷ്ണൻ. ആരുടെ കത്ത്? അളിയന്റെയാ? അതെ. അല്ല, ദേവനോ? നിങ്ങളെപ്പോഴേ വന്നത്? കുറച്ചേരായി. കുഞ്ഞാലിക്ക് കണ്ടിട്ട് പോകാന്ന് കരുതിയിരുന്ന. ഇപ്പോൾ എവിടാ കിടത്തം? ഓഫീസില്. ആള് നന്നാവുമ്പോ നമ്മളൊന്നും മറന്നാളേ ചേട്ടാ. ഇടയ്ക്കൊക്കെ ബൈക്ക് വരണേ. ഞാൻ ആരെയും മറക്കില്ല കുഞ്ഞാലിക്ക. അതാ മനുഷ്യന്റെ സ്ഥിതി. നിങ്ങളെ ജയിലിക്ക് ഞമ്മളെ കൂടെ വന്ന പലരെയും നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട്. മുഖം തിരിച്ചു നടന്നാളേ, അതാ അനുഭവം. ഞാനങ്ങനെ ആവില്ല. നിങ്ങൾക്ക് പടച്ചോൻ ഗുണം വരുത്തട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സൈനുവിന്റെ കാര്യമാണ്. ഇടയ്ക്ക് വിട്ടുപോയാലും സൈനവയുടെ കല്യാണം എന്നെ അറിയിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരും. ഓ അല്ലാ, അത് പിന്നെ അറിയിക്കാതിരിക്കുവോ? അല്ല, ചോദിക്കാൻ വിട്ടുപോയി. എന്താ നിങ്ങൾക്ക് പണി? Got matches? Sorry, it's in the bag. എന്നെ ശ്രദ്ധിക്കരുത്. നാളെ രാത്രി 11 മണിക്ക് ബാൻഡ് സ്റ്റാൻഡിനടുത്ത് സീഗിൾ എന്ന ബോട്ടിൽ ഇതെത്തിക്കണം. Okay then. രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. Take the money, give the bag. Don't be cheated.
गुड मॉर्निंग। गुड मॉर्निंग। अगर पैसा लाया हो तो माल मेरा पास है। डोंट मूव। Come out.